ശ്രീകൃഷ്ണൻ പറഞ്ഞു, യോഗി ശുദ്ധവും ശാന്തവുമായ സ്ഥലത്ത് താമസിക്കണം. മനസ്സും ഇന്ദ്രിയങ്ങളും നിയന്ത്രിക്കപ്പെട്ടവയാണ്. അവന് ഒരു ഇരിപ്പിടം ഒരുക്കണം, നിർമ്മലവും സ്ഥിരവുമാകണം. വളരെ ഉയരമോ താഴമോ ആവരുത്. ഇരിപ്പിടത്തിൽ ഇരുന്നു ശരീരം നേരെ, തലയും കഴുത്തും ഉറപ്പായി, മനസ്സ് ദൈവത്തിലേക്ക് കേന്ദ്രീകരിച്ച് ധ്യാനം ചെയ്യണം. ആഗ്രഹരഹിതമായ മനസ്സോടെ ധ്യാനയോഗി ആന്തരിക ശാന്തി പ്രാപിക്കുന്നു. കാറ്റില്ലാത്ത സ്ഥലത്ത് വിളക്ക് കുലുങ്ങാതെ നിലകൊള്ളുന്നതുപോലെ യോഗിയുടെ മനസ്സും സ്ഥിരമായി നിലകൊള്ളുന്നു. ധ്യാനത്തിനുള്ള പ്രായോഗിക മാർഗങ്ങൾ: ശുദ്ധവും ശാന്തവുമായ സ്ഥലത്ത് ഇരിക്കുക. എളുപ്പമുള്ള സ്ഥിരതയുള്ള ഇരിപ്പിടം ഒരുക്കുക. ശരീരം, തല, കഴുത്ത് നേരെ നിർത്തിയിരിക്കുക. മനസ്സ് ബാഹ്യമായ വിചലനങ്ങളിൽ നിന്ന് വിട്ട് ദൈവത്തിൽ കേന്ദ്രീകരിക്കുക. സ്ഥിരമായ മനസ്സ് ആന്തരിക സമാധി നൽകുന്നു. കാറ്റില്ലാത്ത സ്ഥലത്തെ വിളക്കിന്റെ മെച്ചം പോലെയാണ്. ധ്യാനം ജീവിതത്തിൽ നിന്നു രക്ഷപ്പെടലല്ല, ഇത് മനസ്സ് പരിശീലിപ്പിക്കുന്ന വഴിയാണ്. ശാന്ത പരിസ്ഥിതി, ശരിയായ ഇരിപ്പിടം മനസ്സ് സ്ഥിരമായി നിലകൊള്ളാൻ സഹായിക്കുന്നു. അനുഷ്ഠാനവും ആത്മനിയന്ത്രണവും വഴി ആന്തരിക ശാന്തി വളരും. ജീവിതത്തിലെ സ്ഥിരത സ്ഥിരമായ മനസ്സിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പതിവായി ധ്യാനം ചെയ്യുന്നത് ആത്മനിയന്ത്രണം, സമത്വം, വ്യക്തിപരമായ വ്യക്തിത്വം വളർത്തുന്നു. കാറ്റില്ലാത്ത സ്ഥലത്തിലെ വിളക്ക് പോലെ ധ്യാനം യോഗിയുടെ മനസ്സും പ്രകാശിപ്പിക്കുന്നു.